ഹലോ ഗൈസ്, നമുക്കുണ്ടല്ലോ ഇന്ന് നല്ല ഫ്രഷ് ഈന്തപ്പഴം കിട്ടിയിട്ടുണ്ടേ. അതും ആ പനയെ പോയിട്ട് ഈന്തപ്പനയെ പോയിട്ട് അങ്ങ് പറിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് ഇത് പച്ചയൊന്നും വിചാരിക്കരുത്. ഇതിന് നല്ല പൊള്ളി മധുരമാണ് ഗൈസ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ പൊള്ളിയാണ്. അപ്പം നമ്മളിതേ ഇങ്ങനെയും കഴിക്കും, അല്ലാതെയും കഴിക്കും. ഇപ്പം ഞാനിതേ ഇതാ അച്ചാറിടാൻ പോകണം. അപ്പോൾ ഇതേ എല്ലാ കൊലകളും ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നാലോ. ഇത് മിക്കവാറും അച്ചാറാകുന്നതിനപ്പുറം പകുതി ഞാൻ വയറ്റിലാക്കുമെന്നാകുന്നത്. എന്തായാലും വേണ്ടില്ല, ഉള്ളതൊക്കെ നമുക്ക് അരിഞ്ഞ് പിറക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മുറിച്ച് ഇതിൻ്റെ അകത്തെ കുരു എടുത്ത് മാറ്റണം. ഇങ്ങനെ തന്നെ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് അലുക്കാൻ കുറച്ച് താമസം വേണം. അതുകൊണ്ട് ഞാനത് മുറിച്ചാണ് ഇടുന്നത്. മുറിച്ച് ചെറിയ പീസാക്കി ഇടുന്നത്. ഇച്ചിരി മെനക്കെടുള്ള പണിയാണ്, എന്നാലും വേണ്ടില്ല, നമുക്കിതേ മെനക്കെടാം അല്ലേ. പിന്നെ ഇതേ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാവരും അച്ചാറിലേക്ക് പോകാനായിട്ട് റെഡി ആയിരിപ്പുണ്ട്. ഇഞ്ചി ഇതേ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം വലിയ വെളുത്തുള്ളിയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പില. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അച്ചാറിലേക്ക് അങ്ങ് പോയാലോ. ഈന്തപ്പഴം ഇതുപോലെ മുറിച്ച് കണ്ടിട്ടില്ലേ, ഇത് കണ്ടോ, ഇതിനൊരു കമർപ്പ് ഒന്നുമില്ല കേട്ടോ, നല്ല മധുരമാണ്. ഇതിന് ചിലതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടേ. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. നമ്മൾ ഈ ഉണങ്ങി വരുന്നതിനേക്കാട്ടിലും ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ പയറുതോരൻ വെക്കുന്ന പോലെ കുത്തിയിരുന്ന് അരിയണമെന്ന് ഒരു നിർബന്ധമില്ല, കീറി അങ്ങിട്ടാൽ മതി. പിന്നെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞാനിത് ഇതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഏകദേശം എല്ലാം അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈന്തപ്പഴ അച്ചാർ തന്നെയാണോ എന്ന് അച്ചാറായി കഴിയുമ്പോൾ ഒരു ഡൗട്ട് വരാതിരിക്കാനായിട്ട് കുറച്ചിനെ അരിയാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു നൊക്ലാച്ചിക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ 3-4 അരിയാതെ. ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞ് ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറാക്കിയാലോ. നമ്മളിത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടിക്കാം. അച്ചാറിടാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കടുക് കൂട്ടന്മാരെയൊക്കെ ഇട്ടങ്ങ് പൊട്ടിച്ചാലോ. ഇനി കടുക് കുറച്ച് അധികം ഇടണേ. കടുക് അധികം ഇട്ടാൽ അച്ചാർ കേടുകൂടാതിരിക്കും. പൊട്ടുന്നവരുടെ സങ്കടം മാറ്റാൻ വേണ്ടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്താലോ. ഈ സമയം തന്നെ ഞാനതേ ആ ഈന്തപ്പഴം എടുത്തിട്ട് ആ വെയിലത്തോട്ട് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോട്ടെന്ന് കരുതി. ഇനി ഇതിലേക്ക് നമുക്ക് കശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, എരിവ് നമ്മുടെ ആവശ്യത്തിന്, പിന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനൊക്കെ ഇത്ര ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ വിനാഗിരി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ. ഇനി പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈന്തപ്പഴത്തെ അങ്ങ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി ഈന്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ വേവ് വരുത്തണം. നമ്മളിത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇതൊക്കെ നല്ല ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പരുവാക്കി എടുക്കാനുണ്ട്. ഇത് 2 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇത് അലുക്കാൻ നല്ല താമസമാണ്. ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കും എത്ര നാൾ വേണേലും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടി വെച്ചും കൂടെ ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ ഈന്തപ്പഴം അച്ചാർ റെഡി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് അറിയണമല്ലോ. കായമൊക്കെ മുന്നിൽ നിൽക്കണം കേട്ടോ. ഒന്നും പറയാനില്ല, നമ്മുടെ ഈന്തപ്പഴം അച്ചാർ പൊള്ളിയായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ടേ നമുക്ക് കുപ്പിയിലാക്കി വെക്കാൻ പറ്റുള്ളൂ. ഈന്തപ്പഴം അച്ചാർ കണ്ടോ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. സീസൺ ടൈമിൽ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഈന്തപ്പഴം കടയിലൊക്കെ ഇരിക്കുന്നത് കാണാതെ. ഇത് പക്ഷേ ദുബായിയുടെ മണ്ണിൽ നിന്ന് ഈന്തപ്പനയുടെ ചുവട്ടിൽ പോയിട്ട് എൻ്റെ കരസ്പർശത്താൽ ഞാൻ പറിച്ചെടുത്ത ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ്. വേണ്ട അപ്പോൾ എങ്ങനെയുണ്ട് ഈന്തപ്പഴ അച്ചാർ? പൊളിയാണ്. ഇനിയും പറ്റിയാൽ എഴുതാൻ ഇട്ട് നോക്കണേ ഇതുപോലെ. ഇത്ര വളരെ